ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിരുന്നു. എനിക്കായി കരുതാതെ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിരുന്നു. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകരുന്നേ ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകരുന്നേ. അപ്പവും ഇറച്ചീവ കടത്തുകളും ജീവ പുറമേയും തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കടത്തുകളും ജീവ പുറമേയും തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ആമേൻ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമതയ്ക്കു സാരാഹത്തു സഹിച്ചിടാനാ മരിക്കുവാനൊരുക്കമായി. ക്ഷാമതയ്ക്കു സാരാഹത്തു സഹിച്ചിടാനാ മരിക്കുവാനൊരുക്കമായി. കലത്തിലെ മാവിലെ ശക്തിയുമില്ല എന്റെ കലശത്തിലെന്നൊഴുകിടുമേ. കലത്തിലെ മാവിലെ ശക്തിയുമില്ല എന്റെ കലശത്തിലെന്നൊഴുകിടുമേ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിയൊന്നും വിതയ്ക്കുന്നില്ല, കൊയ്തുകാലം പുഴയൊന്നും വിതയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിയൊന്നും വിതയ്ക്കുന്നില്ല, കൊയ്തുകാലം പുഴയൊന്നും വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി അരിയിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി അരിയിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ആമേൻ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ആമേൻ. എനിക്കായി കരുതുവാൻ ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ആമേൻ. എനിക്കായി കരുതുവാൻ ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുവീതി കേട്ടുവെല്ലെന്നാലും വീടിലും ചൂരച്ചേരി കാണാനും. ആമേൻ. ശത്രുവീതി കേട്ടുവെല്ലെന്നാലും വീടിലും ചൂരച്ചേരി കാണാനും. ആമേൻ. മണ്ണുടത്തി തരും യുഗക്കാരനാടകൾക്കുന്നു നടത്തിയിടത്തിടം ദിനമാ. ആമേൻ. മണ്ണുടത്തി തരും യുഗക്കാരനാടകൾക്കുന്നു നടത്തിയിടം ദിനം ദിനമാ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ആമേൻ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുന്നു. ആമേൻ. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഹത്തിയില്ലേയും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. സങ്കീർത്തനങ്ങൾ 39:4 വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്ഷണിക ജീവിതത്തിലെ ദൈവിക ഉദ്ദേശങ്ങൾ എന്നൊരു വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ മരണം എന്ന അവസ്ഥയില്ലാത്തവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ മരണമുള്ളവനായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും തന്നോടൊത്തുള്ള കൂട്ടായ്മയ്ക്കും
നിത്യനായി ജീവിക്കേണ്ടതിനു വേണ്ടിയായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. എന്നാൽ അവൻ ക്ഷണികനായി മാറ്റപ്പെട്ടു. ഞാൻ എത്ര ക്ഷണികൻ എന്ന തിരിച്ചറിവുള്ള മനുഷ്യനാണ് ദൈവത്തോട് വിധേയത്വം പുലർത്തുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. വിധേയപ്പെടുന്ന ഒരു ദൈവപൈതലിന്റെ ക്ഷണികമായ ജീവിതം കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യിക്കുവാനൊക്കും. ദാവീദ് എന്ന മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുവാൻ വായ തുറക്കുകയാണ്. കുറെ നേരമായി താൻ ദൈവസന്നിധിയിൽ ധ്യാനനിരതനായി കഴിഞ്ഞ അനന്തരം ദൈവത്തോട് താൻ ചോദിക്കുന്നു, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര നാൾ ഉണ്ടെന്നതിനെയും കൂടി എന്നെ അറിയിക്കണമേ. എൻ്റെ നാളുകളെ നീ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയുള്ളൂ. മനുഷ്യൻ നിസ്സാരനാണെന്നും അവൻ ക്ഷണികനാണെന്നും തിരിച്ചറിഞ്ഞ ദാവീദ് ജീവിതം മടുത്തിട്ട് ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ചു പോയ ഒരു സാഹചര്യമായി തീരാം. ഇനി എത്ര നാൾ കൂടി ഈ ജീവിതം മുൻപോട്ട് ഞാനിങ്ങനെ കൊണ്ടുപോകണം എന്ന ഒരു ചിന്ത കൊണ്ടാണോ താനിത് ചോദിച്ചതെന്ന് നമുക്കറിയില്ല. മറ്റു പോംവഴിയൊന്നും തൻ്റെ മുൻപിൽ കാണുന്നില്ലായിരിക്കാം. മരണം കൈവരിച്ച് ഒളിച്ചിരിക്കാമെന്ന് ദൈവത്തിൽ പ്രത്യാശയില്ലാത്തവർ കരുതിപ്പോകുക സാധാരണമാണ്. എന്നാൽ ദാവീദ് ദൈവത്തോട് പറയുന്നു, ഞാൻ എത്ര ക്ഷണികൻ എന്നറിയുമാറാകട്ടെ, അതിന് നീ എനിക്ക് അതിനെക്കുറിച്ച് അറിയിച്ചു തരണമേ എന്നുള്ളതാണ് തൻ്റെ ദൈവത്തോടുള്ള തൻ്റെ അപേക്ഷ. ദാവീദ് എന്ന ഭക്തനായ മനുഷ്യൻ, ഇസ്രായേലിലെ മധുരഗായകൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, താൻ തൻ്റെ മുൻപിൽ മറ്റു വഴിയൊന്നും കാണാനില്ലാത്ത അവസ്ഥയിലായി പോയെങ്കിലും ദൈവം തനിക്ക് വേണ്ടിയുള്ള വഴി കണ്ടിരുന്നു എന്ന് പിന്നീട് ദാവീദ് തിരിച്ചറിഞ്ഞു. പ്രത്യാശയുള്ളവൻ തൻ്റെ സമയത്ത് മതിയാക്കി പോകുവാൻ നോക്കാതെ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കും. നോക്കൂ പ്രിയരെ, ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തവരാണ് തങ്ങളെ തന്നെ മതിയാക്കി തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ ഒടുക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ അവരുടെ സമയത്ത് അവരെ ഏൽപ്പിച്ചതോ അവരുടെ ജീവിതമോ മതിയാക്കി പോകുവാൻ നോക്കാതെ തുനിയാതെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെ, ദൈവത്തിൻ്റെ സമയം വരെ അവർ കാത്തിരിക്കും. ഒരു സാധാരണ മനുഷ്യർ ചെയ്യുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയം വരെ കാത്തിരിക്കുവാൻ ക്ഷമയില്ലാതെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അവരെ ഏൽപ്പിച്ച പ്രവൃത്തി, അവരുടെ മുൻപിലുള്ള ആ ലക്ഷ്യം, അത് പൂർത്തീകരിക്കുവാൻ കാത്തിരിക്കാതെ അവരുടെ ജീവിതം അല്ലെ ആ പ്രവൃത്തി അവസാനിപ്പിച്ചാൽ മതി, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ഭക്തൻ, ദൈവത്തിൽ പ്രത്യാശ വെച്ചവൻ, ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞവൻ അങ്ങനെയല്ല. അവൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടുന്നത് വരെ, ദൈവത്തിൻ്റെ സമയം വരെ അവൻ അതിനുവേണ്ടി കാത്തിരിക്കും. അവൻ അനുഗ്രഹിക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും ചെയ്യും. തൻ്റെ അവസാനം നന്നായിരിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. തൻ്റെ അവസാനത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഏതു മനുഷ്യനും. എൻ്റെ അവസാനം എന്നായിരിക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. എപ്പോഴെങ്കിലും ആകട്ടെ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുകയും ഒരുക്കമുള്ളവരായിരിക്കുകയും വേണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഈ പ്രഭാതത്തിലും ഓർപ്പിക്കുകയാണ്. ഏതു ദുഷ്ടന്റെയും ആഗ്രഹം തൻ്റെ അവസാനം ഭക്തന്റെ മരണം പോലെ, ഭക്തന്റെ അവസാനം പോലെ ആകണമെന്നുള്ളതാണ്. ബൈബിളിൽ അങ്ങനെ ഒരുവനെ കുറിച്ച് പറയുന്നുണ്ട്. ബിലെയാം എന്ന മനുഷ്യൻ അത് ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവൻ അത് ലഭിച്ചില്ല. എൻ്റെ അവസാനം നീതിമാന്റേതുപോലെ ആകട്ടെ, ഭക്തൻ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്നുള്ളതായിരുന്നു ബിലെയാമിൻ്റെ പ്രാർത്ഥന. എന്നാൽ തൻ്റെ അന്ത്യത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ താൻ ജീവിച്ചതിനാൽ ദൈവത്തിൻ്റെ ശത്രുക്കളോട് കൂടെ അവൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഭക്തനെ പോലെ, നീതിമാനെ പോലെ ക്ഷണികൻ എന്നറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ ഭക്തന്റെ അവസാനം ആർക്കും ലഭ്യമാകുകയില്ല. ഞാൻ ക്ഷണികൻ എന്ന് തിരിച്ചറിവ് പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ വിവേകത്തോടെ അവൻ്റെ ക്ഷണികമായ ആയുസ്സിൻ്റെ നാളുകൾ ഉപയോഗിച്ചാൽ, അവനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ദൈവാശ്രയത്തോടും ദൈവഭയത്തോടും കൂടി ചെയ്യാൻ താല്പര്യപ്പെട്ടാൽ, ഈ ആയുസ്സിൽ
അവന് ദൈവവുമായുള്ള കൂട്ടായ്മ സ്ഥാപിക്കാൻ കഴിയുകയും അവൻ്റെ അവകാശമായ നിത്യജീവൻ നേടുവാനിടയാകുകയും ചെയ്യും. പ്രിയരെ, ചെറിയ ഈ മനുഷ്യായുസ്സിൽ ദൈവവുമായുള്ള കൂട്ടായ്മ പുലർത്തി ദൈവത്തിൻ്റെ സമയം വരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ കാത്തിരിക്കുന്ന ഒരു ഭക്തന് ശുഭകരമായ അവസാനം പ്രദാനം ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം ഭക്തനെ, തന്നെ അറിയുന്ന, താൻ അറിയുന്ന ഭക്തനെ തൻ്റെ വല്ലായ്മയുടെ നാളുകളിൽ കൈവിടുകയില്ല. ഏലിയാവിൻ്റെ അനുഭവം നമുക്കറിയാം. ഏലിയാവും ഇനി എനിക്കൊരു വഴിയില്ല എന്ന് ചിന്തിച്ച നാളുകളിൽ ഞാനങ്ങ് തീർന്നാൽ മതിയായിരുന്നു, ദൈവമേ നീ എന്നെ വിളിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെങ്കിലും ദൈവത്തിന് ഏലിയാവിൻ്റെ മേലുള്ള പദ്ധതി തീർന്നിട്ടില്ലാത്തത് കൊണ്ടും ഏലിയാവ് ദൈവത്തിനു വേണ്ടി നിന്നവനായിരുന്നത് കൊണ്ടും ഏലിയാവിനോട് ദൈവം കരുണ കാണിക്കുന്നു. ഏലിയാവിനെ ദൈവം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുവാൻ, താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുവാൻ തന്നെ ബലപ്പെടുത്തുന്ന വേദഭാഗം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. കൂടപ്പുറപ്പേ, ഈ മനുഷ്യായുസ്സിൽ ദൈവവുമായുള്ള കൂട്ടായ്മ പുലർത്തി നിത്യനാകാനുള്ള അവസരം നേടിയ ഒരു വ്യക്തിയായിരിക്കണം താങ്കൾ എന്ന് ദൈവത്തിൻ്റെ വചനം താങ്കളെ ഇന്ന് പ്രഭാതത്തിൽ പ്രബോധിപ്പിക്കുന്നു. കൂടപ്പുറപ്പേ, നിങ്ങളുടെ മനുഷ്യായുസ്സിൽ നിങ്ങൾ ദൈവവുമായുള്ള കൂട്ടായ്മ പുലർത്തുന്നുണ്ടോ? അപ്രകാരമുള്ളൊരു കൂട്ടായ്മ പുലർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യനാകാനുള്ള അവസരം നേടിയ ഒരു ഭക്തനാണോ താങ്കൾ? ആണെങ്കിൽ താങ്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ല എങ്കിൽ താങ്കൾക്ക് അതിനുള്ള അവസരം മുൻപിലുണ്ട്, അത് താങ്കൾ കണ്ടെത്തി ഉപയോഗിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയോടെ ഒരു ദൈവദാസൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ താങ്കളെ പ്രബോധിപ്പിക്കുന്നു. ഈ ക്ഷണിക ജീവിതം കൊണ്ട് ദൈവം താങ്കളിൽ ലക്ഷ്യമിടുന്നത് താങ്കൾ നിത്യതയിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടുക, നിത്യകാലത്തിൽ വലിയ പ്രതിഫലം പ്രാപിക്കുക എന്നുള്ളതാകിയാൽ ദൈവസന്നിധിയിൽ വിധേയത്വം പുലർത്തി, വിധേയത്വമുള്ളവനായി നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ആ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ മുൻപിലുള്ള പ്രവൃത്തി തികച്ച് നിങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം സ്ഥിരതയോടെ ഓടി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ, ഞങ്ങളുടെ ഈ മനുഷ്യായുസ്സ് ക്ഷണിക ജീവിതമാണെന്നും ഈ ക്ഷണികമായ ജീവിതത്തിലെ നാളുകളിൽ ദൈവത്തിന് ഞങ്ങളുടെ മേലൊരു ഉദ്ദേശമുണ്ടെന്നും തിരിച്ചറിഞ്ഞു ആ ദൈവോദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പകലിൽ സഹായിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ അളവിലുള്ള കൃപ പകർന്നു കൊടുത്ത് മാനിക്കണം. ആര് നശിച്ചു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ, പകുതി ജീവിതത്തിൽ അവസാനിപ്പിക്കുവാൻ, പകുതി പ്രവൃത്തി ചെയ്ത് നിർത്തിക്കളയുവാൻ ഇടയാകാതെ കർത്താവ് ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞ് സമർപ്പിച്ച് മുൻപോട്ട് പോകാൻ ഇടയായിത്തീരട്ടെ. ഇന്നിൻ്റെ വിടുതലുകളും മറുപടികളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. കർത്താവ് വലിയവ ചെയ്യണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ കാലത്തിലെ മാവേശം കുറയുന്നില്ല, ൊഴുകിടുമേ. കാലത്തിലെ മാവേശം കുറയുന്നില്ല, ൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല.
എനിക്കായി കരുതുവാൻ ഇഹത്തിലെന്നും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലെന്നും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. താങ്കളെ നോക്കിയൊന്നും നിനക്കുന്നില്ല, കൊയ്തുകാലം പുഴയൊന്നും നിറയ്ക്കുന്നില്ല. താങ്കളെ നോക്കിയൊന്നുമില്ല, കൊയ്തുകാലം പുഴയൊന്നും വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, അതിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, അതിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്ന് ഉരച്ചവരെ എനിക്കൊട്ടും ഭയമെല്ലാം ഉരച്ചിടുന്നു. എനിക്കായി കരുതാമെന്ന് ഉരച്ചവരെ എനിക്കൊട്ടും ഭയമെല്ലാം ഉരച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുവീതി കേട്ടുവെല്ലെന്നാലും വീടിലും സൂരച്ചേടി കാണാനും ശത്രുവീതി കേട്ടുവെല്ലെന്നാലും വീടിലും സൂരച്ചേടി കാണാനും മണ്ണുടർത്തി തരും യുഗക്കാരനാടകേൾക്കുന്നു. നാടത്തിടത്തിടം ദിനമാമേ മണ്ണുടർത്തി തരും യുഗക്കാരനാടകേൾക്കുന്നു. നാടത്തിടും ദിനം ദിനമാ. എനിക്കായി കരുതാം ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല ഉരച്ചിടുന്നു. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല ഉരച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ഇഹത്തിലെന്നും ചുമക്കുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിൽ